ഹായ് ഗൈസ്, ഈ രണ്ട് തരത്തിലുള്ള പാരൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കുട്ടിക്ക് ഇനി മാർക്ക് കിട്ടില്ല, പഠനത്തിൽ പിന്നോക്കം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതിൽ ഒന്നാമത്തെ ടൈപ്പ് ഓഫ് പാരൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കുട്ടിക്ക് നല്ല മാർക്ക് ഉണ്ടാവുക നമ്മളൊക്കെ ഫേസ് ചെയ്യുന്ന കേട്ടോ. കാരണം നമ്മളൊക്കെ സ്ഥിരം കാണുന്ന 100 അല്ലെങ്കിൽ 80 78, 76, 77 എന്നൊക്കെ പറഞ്ഞാൽ മാർക്ക് ഉണ്ടാവും. എന്നിട്ടും നമ്മൾ പാരൻസ് മീറ്റിങ്ങിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ കുട്ടികളോട് ചോദിക്കുക, പാരൻസ് ചോദിക്കും സാറ്റിസ്ഫൈഡ് ആണോ? അപ്പോൾ പാരന്റ് പറഞ്ഞത് എൻ്റെ മോൻ 80-ന് 3 മാർക്ക് പോയി, എങ്ങനെ പോയതാ 3 മാർക്ക്, എൻ്റെ മോനെ 3 കോമ്പറ്റീഷനാണ്. ഈ കുട്ടികളെ ബാക്കിയുള്ള കുട്ടികളെ വെച്ചിട്ട് കമ്പാരിസൺ ചെയ്യാണ്. എൻ്റെ മോന് മറ്റവരെക്കാട്ടി മാർക്ക് കുറയും. എങ്ങനെ അപ്പോൾ ചോദിച്ച സമയത്ത് പാരൻസ് പറയും ഓളെ ക്ലാസ് പഠിക്കുന്ന അതേ കുട്ടിക്ക് തന്നെ 80-ന് 80 കിട്ടിയത്. ഇപ്പം എന്തുകൊണ്ട് എൻ്റെ മോക്ക് ട്യൂഷനൊക്കെ ചേർത്തിട്ട് 80-ൽ 77 മാർക്ക് കിട്ടിയെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങളതൊക്കെ മനസ്സിലാക്കുക, നമ്മളിതൊരു കോമ്പറ്റീഷൻ എന്നുള്ള രീതിയിലല്ല നമ്മൾ എഡ്യൂക്കേഷനെ കാണേണ്ടത്. എഡ്യൂക്കേഷൻ നമ്മളെ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് പഠിക്കുക. ചില സമയത്ത് മാർക്ക് നമുക്ക് കൂടാം കുറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ പാരൻസ് നന്നാക്കി പ്രഷർ ചെയ്യുമ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്ക് പഠിക്കാനുള്ള കോൺഫിഡൻസ് നിങ്ങൾ താത്തുക ചെയ്യുന്നത്. ഒരിക്കലും ഇത് കണ്ടു വിചാരിച്ച് പഠിക്കുക. അപ്പോൾ ചില പാരൻസ് നന്നാക്കി പുഷിപ്പിക്കും, കഴിഞ്ഞ വർഷം 80 70 കിട്ടിയിട്ടുള്ളൂ, നന്നാക്കി പഠിച്ചു, അങ്ങനെ നമ്മൾ പറയരുത്. കുട്ടി നല്ല രീതിയിൽ ഡൗൺ ആവും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ പ്രോപ്പറായി നോക്കുക. അത് കുട്ടിയെ നിങ്ങൾ നല്ല രീതിയിൽ ഡീമോട്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു കാരണമായിരിക്കും. രണ്ടാമത്തെ പാരൻസ് ഉണ്ട്, കുട്ടി തീരെ പഠിക്കുന്നില്ല. അപ്പോൾ പാരൻസ് എന്തായിരിക്കും മോട്ടിവേറ്റും ചെയ്യില്ല. പാരൻസ് നേരെ പറഞ്ഞ കാര്യം, അന്നെക്കൊണ്ടില്ലെങ്കിൽ അങ്ങനെ തന്നെയാണോ, കഴിച്ചിലാവില്ലയൊന്നു, ഇതൊക്കെ എന്തിനാ സ്കൂളിൽ പോകണം, എൻ്റെ കൂടെ പഠിക്കുക എല്ലാ കുട്ടികളും ഇത് പറഞ്ഞുതരാം. നമ്മളൊരു കുട്ടികളെ നിങ്ങളെ കുട്ടികൾ പഠിക്കണില്ല എന്ന് വിചാരിച്ച് ബാക്കിയുള്ള കുട്ടികളെ വെച്ചിട്ട് നിങ്ങളെ കുട്ടികളെ ബ്ലെയിം ചെയ്യരുത്. മനസ്സിലായോ? കോൺസെപ്റ്റ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമ്മൾ ബാക്കിയുള്ള കുട്ടിക്ക് മാർക്ക് കിട്ടുന്നത് എൻ്റെ കുട്ടി. അപ്പോൾ ഓനെങ്ങനെ പറയുമ്പോൾ ഓൻ്റെ മനസ്സിലേക്ക് എന്താ വരികയെന്ന് അറിയോ, എന്നെക്കൊണ്ട് ഇനിയൊന്നും നടക്കൂല. അങ്ങനെയാണ് അധികം കുട്ടികളും ഭാവിയിൽ എത്തുന്ന സമയത്ത് 10 പ്ലസ് 2 കഴിയുമ്പോൾ നിർത്താനുള്ള ഡ്രോപ്പ് ഔട്ട് ചെയ്യാനുള്ള കാരണം. നേരെ മറിച്ച് നമ്മൾ അവിടെ എന്ത് പറയും, കംപ്ലീറ്റ്ലി കുറ്റങ്ങൾ മാത്രം ആലോചിച്ച് നോക്കുക. 5, 6 ഈ കുറ്റങ്ങൾ ഇങ്ങനെ പറയുന്ന സമയത്ത് 10th 12 എത്തുമ്പോൾ ഓരിത് കേട്ട് ഓലെ മൈൻഡിലേക്ക് വന്നിന് എന്നെക്കൊണ്ട് ഇനി ഒന്നും നടക്കൂല. അപ്പോൾ ഓലെക്കൊണ്ട് ഇനി ഒരു സാധനം നടക്കൂല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കൈൻഡ് ഓഫ് പാരൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല മാർക്കൊന്നും ഉണ്ടാവില്ല, ഒരു മീഡിയയിലായിരിക്കും, ഒരു 80, 60 അല്ലെങ്കിൽ 55 എന്തെങ്കിലും. പക്ഷേ ആ പാരൻസ് എപ്പോഴും കുട്ടിക്ക് മോട്ടിവേഷൻസ് കൊടുക്കാൻ ആ പാരൻസ് നല്ല രീതിയിൽ സഹായിക്കും. കാരണം ഇപ്പോൾ പരീക്ഷയിലാക്കിയ 80-ൽ 60 മാർക്കുള്ളൂ അല്ലേ, കുഴപ്പമില്ല മോളെ, നമുക്ക് എന്തായാലും അടുത്ത എക്സാം നമുക്ക് 70, 70. അപ്പോൾ കുട്ടിക്ക് ഒരു മോട്ടിവേഷൻ കിട്ടി, എനിക്ക് ഇതിനെക്കാട്ടും ലെവലിൽ എത്തണം. അപ്പം അങ്ങനെ ആവണം നമ്മളെ പാരൻസ് എന്ന് പറഞ്ഞാൽ. അല്ലാതെ കുട്ടികൾക്ക് ഒരു മാർക്ക് കുറയുമ്പോൾ ഓനെ കൊണ്ട് ചീത്തരാൻ അടിക്കാനും നിൽക്കരുത്. ഇപ്പോൾ ഒരു മാർക്ക് കുറയാൻ നമ്മൾ പറഞ്ഞത്, എനിക്ക് തോന്നുന്നു മോക്ക് ഈ മാസം മാർക്ക് കുറയാൻ കാരണം കഴിഞ്ഞ മാസം മോക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വന്നില്ലല്ലോ, എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും മാർക്ക് കുറയാനുള്ള കാരണം. ഇനി എന്തായാലും മോളെന്താ അടിപൊളിയാക്കി കേട്ടോ, അടുത്ത എക്സാമിന് എന്തായാലും നല്ല. അപ്പം അങ്ങനെ പറയുമ്പോൾ തന്നെ ആ കുട്ടിക്ക് തോന്നി ഇൻ്റെ കുഴപ്പം കൊണ്ടല്ല മാർക്ക് കുറഞ്ഞത്, ഇൻ്റെ കൈൻഡ് ഓഫ് റീസൺ കൊണ്ടാണ് മാർക്ക് കുറഞ്ഞതെന്നുള്ളത്. അപ്പം ഇങ്ങനെ നമ്മൾ കുട്ടിയെ മോട്ടിവേറ്റ് ചെയ്യുക. മാർക്ക് കുറഞ്ഞാൽ എൻ്റെ പാരൻസ് ഒക്കെ പറഞ്ഞാൽ, ഞാൻ ചെറുപ്പകാലത്തൊന്നും അത്ര വലിയ ബ്രില്യൻ്റോ കാര്യങ്ങളൊന്നും അല്ല. പക്ഷേ എൻ്റെ പാരൻറ്റ് ഒരിക്കലും എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടില്ല ഈ ഒരിക്കലും രക്ഷപ്പെടുന്നു. എൻ്റെ പാരൻറ്റ് എന്നോട് പറഞ്ഞിട്ടില്ല. എൻ്റെ പാരൻറ്റ് പറഞ്ഞത് നന്നാക്കി, ടീച്ചറൊക്കെ പറഞ്ഞത് നന്നാക്കി പഠിക്കുന്നത്. അപ്പം അങ്ങനെ പറയുമ്പോൾ ഞാൻ തന്നെ മനസ്സിലേക്ക് ചെയ്യാം, ടീച്ചർ നല്ല. അപ്പോൾ എനിക്ക് ടീച്ചർ വിലയിനി അപ്പോൾ ടീച്ചർ ഇത്ര മാർക്ക് കുറഞ്ഞിട്ട് ഉമ്മനോടൊക്കെ ടീച്ചർ പറഞ്ഞത് പഠിക്കുന്നുണ്ട് എന്നല്ലേ. അപ്പം എൻ്റെ ഉമ്മ ചെറുപ്പത്തിൽ എന്നോട് പറഞ്ഞ കാര്യങ്ങളെ ഈ പഠിക്ക് നന്നാക്കി, ടീച്ചറൊക്കെ പറഞ്ഞ് നന്നാക്കി പരിശ്രമിക്കുന്നുണ്ട്, അത് ഇവിടെ അവിടെയൊക്കെ കുറച്ച് മാർക്ക് പോയിട്ടുള്ള. അപ്പോൾ ഇതേ കൈൻഡ് ഓഫ് പാരൻസ് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ കുട്ടി ഭാവിയിൽ വലിയ വലിയ ലെവലിലേക്ക് എത്തും. ഇനി എല്ലാം നമ്മൾ നന്നാക്കി ഡീമോട്ടിവേറ്റ് ചെയ്യാറുണ്ടെങ്കിൽ കുട്ടികൾ നിങ്ങൾ അറിയാതെ തന്നെ പഠനത്തിലേക്കുള്ള ഇൻട്രസ്റ്റ് കാര്യങ്ങൾ കുറച്ച് ഒരു ജോബും കിട്ടാതെ നിൽക്കും. അപ്പോൾ ഇതേപോലത്തെ ഇൻഫോർമേറ്റീവ് ഉള്ള കണ്ടന്റ്സിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതേപോലത്തെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.